ഹലോ, ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? ഞങ്ങളിവിടെ എൻ്റെ വീട്ടിലാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പം ഞാനും ലച്ചും കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു. ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പാറു ഉറക്കമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാറുവിനെ വിളിച്ചുണർത്തിയത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ലച്ചുവിന് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ലച്ചുവിന് വീക്കെൻഡ്സിൽ മാത്രമാണ് നോട്ട്ബുക്സ് കൊടുത്തു വിടുന്നത് കേട്ടോ. അല്ലാത്ത ദിവസം അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് ഉണ്ടെങ്കിലൊക്കെ കൊടുത്തു വിടത്തുള്ളൂ. അങ്ങനെ വന്നിരുന്ന് ഇപ്പം മലയാളമാണ് എഴുതുന്നത്. ലച്ചു എഴുതുന്നതെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് കഴിഞ്ഞ് ഒരു കളിക്കുടുക്ക എന്തോ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലെന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും പാറു എണീറ്റു, പല്ലൊക്കെ തേച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് പാറുവിന് ചെയ്യാനുള്ള ഹോംവർക്കും ഒക്കെ പുറത്തു വന്നിട്ട് ചെയ്യും. നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ലഞ്ചിനുള്ളത്: ചോറ്, അവിയൽ, രസം, കുറച്ച് ചീരത്തോരൻ, പിന്നെ കൊഞ്ച് ഫ്രൈ, പിന്നെ കുറച്ച് ചെറിയ ചൂട ഫ്രൈ. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അണ്ണൻ കുറച്ച് കക്ക കൊണ്ട് തന്നു. പിന്നെ കക്ക റെഡിയാക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്ക തേങ്ങാക്കറി. സാധാരണ കക്ക കിട്ടിയ റോസ്റ്റോ തോരനോ ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കക്ക പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇറച്ചി മാറ്റിയെടുക്കണം. ഈ കക്ക വെള്ളം നമ്മൾ കളയത്തില്ല, കുറച്ച് വെള്ളം പതപ്പിച്ച് മാറ്റി വെക്കുവേ. ഇനി ഒരു ചട്ടിക്കകത്തേക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. എന്നിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കായും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതായി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 3-4 കുരുമുളക്, അതേപോലെ 5-6 പെരുംജീരകം ഇട്ട് വെള്ളം ചേർത്ത് അരച്ചിട്ടാണ്. ഈ അരപ്പ് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കടുക് വറുത്ത് വയ്ക്കാം. ആദ്യം ഉലുവ മൂപ്പിക്കണേ വെളിച്ചെണ്ണയിൽ. എന്നിട്ട് കടുക് ഇട്ട് കൊച്ചുള്ളി, കറിവേപ്പില, അല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. സൂപ്പർ കറിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ കൊടുത്ത്. അപ്പോൾ അത്രയൊക്കെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.